ഇതേ ഞാനേ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു ഐബെല്ലിൻ്റെ പ്രഷർ വാഷറാണ്. നമ്മളിത് പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രൊമോഷൻ വീഡിയോയും അല്ല ഇത്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മിഷനാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന പാർട്സിനൊക്കെ ആണെങ്കിൽ അത്ര നിലവാരമില്ല, ചിലതൊക്കെ വളരെ മോശമാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത് കുറ്റം പറയാനും പറ്റത്തില്ല. പിന്നെയാണെങ്കിൽ ഇത് പെട്ടി പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു വാറണ്ടി കാർഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഒരു ബുക്ക് ലഭിക്കുന്നുണ്ട്. അതിനകത്ത് ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗണ്ണ്. ഗണ്ണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. ഇതേപോലത്തെ ഗണ്ണുള്ള മിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാലേ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്തുള്ള ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, ടൂൾസ് വെക്കുന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. ഇതേപോലത്തെ ഒരു ഗണ്ണാണെങ്കിൽ അവസാനമായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഏതാണ്ട് 650 കണ്ട് വില വന്നത്. വലിയ വിലയൊന്നുമില്ല. പിന്നെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള പാർട്സൊക്കെ ഒട്ടുമിക്ക മെഷീനിൽ വരുന്നത് സെയിം ആയിരിക്കും. അതുകൊണ്ട് പാർട്സൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. പക്ഷേങ്കിൽ നമ്മളൊരു മെഷീൻ മേടിച്ചിട്ട് പാർട്സ് പെട്ടെന്ന് പോയി കഴിഞ്ഞാലും ആരും പാർട്സിന് വാറണ്ടി ഒന്നും തരുന്നില്ല. അതുകൊണ്ട് മാറ്റി കിട്ടത്തില്ല. ഈ കാണുന്ന ഹോസിലാണെങ്കിൽ ഇതിൻ്റെ പുറത്താണെങ്കിൽ റബ്ബറും ഉള്ളിലാണെങ്കിൽ മെറ്റലാണ്. ഈ സാധനമൊക്കെ പോയി കഴിഞ്ഞാലേ നമുക്ക് JCBയിൽ ഉപയോഗിക്കുന്ന ഐറ്റമൊക്കെ എടുത്ത് കയറ്റി കഴിഞ്ഞാൽ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ആണെങ്കിൽ നമ്മൾ താമസിക്കാണ്ട് ചെയ്യാം കേട്ടോ. പിന്നെയാണെങ്കിൽ ഈ ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടത്, ഇത് വെള്ളമുള്ള സ്ഥലങ്ങളിലൊന്നും കൊണ്ടുവച്ച് ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് ഇതിൻ്റെ പവർ സ്വിച്ചും മെഷീനൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ വെച്ച് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പലർക്ക് പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണെങ്കിൽ മാക്സിമം വെള്ളമുള്ള സ്ഥലങ്ങളിൽ മെഷീനും അതുപോലെ നമ്മുടെ പവർ സപ്ലൈ കൊടുക്കുന്ന ആ ഒരു ബോക്സും വെക്കാണ്ടിരിക്കുക. ഇനി ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം. ഈ കാണുന്ന ഒരു ഐറ്റം ആദ്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ചുമ്മാ നെറ്റ് ബോൾട്ട് തിരിക്കുന്ന പോലെ അങ്ങ് തിരിച്ചു കൊടുക്കുക, സംഭവം സെറ്റായി. ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലാണ് നമ്മൾ വെള്ളം വരാനുള്ള സെറ്റപ്പ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഈ ഹോസ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്തേക്ക് കുത്തിക്കയറ്റിയിട്ട് ഒന്ന് കറക്കി കറക്കി ടൈറ്റ് ചെയ്തെടുക്കുക, ഈ കാണുന്ന പോലെ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഒന്ന് ബാക്കിലേക്ക് പ്രസ് ചെയ്തിട്ട് അങ്ങ് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അവിടെ ഇരിക്കും. പിന്നെ ബക്കറ്റിൽ നിന്നോ വല്ല പാത്രത്തിൽ നിന്നൊക്കെ നമ്മൾ വെള്ളം എടുത്ത് അടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ പൊടിയും ചെളിയൊക്കെ ഒന്നും കയറാണ്ട് വെള്ളമാണെങ്കിൽ ഫിൽട്ടർ ചെയ്ത് വരെ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊന്നും ഉപയോഗിക്കാണ്ട് ഡയറക്റ്റ് ടാപ്പിൽ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും മെഷീനും കുറച്ചുകൂടെ നല്ലത്. അതാണ് എപ്പോഴും നല്ലത്, വെള്ളം വേസ്റ്റ് ആവാണ്ടിരിക്കും. ടാപ്പിൽ നിന്ന് ചുമ്മാ കണക്ട് ചെയ്തിട്ട് ഈ മെഷീനിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള ഗാർഡൻ ഹൗസൊക്കെ ആണെങ്കിൽ ഒരു 8 മീറ്ററോ 10 മീറ്ററോ 5 മീറ്ററോ ഒക്കെ എടുത്തിട്ട് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഗണ്ണിലാണെങ്കിൽ ഈ കാണുന്ന പോലെ നെറ്റ് ബോൾട്ട് ഇട്ട് കൊടുത്ത് ആ ഒരു സെറ്റപ്പിൽ ഇതുമാണ് അതിൻ്റെ പാർട്സൊക്കെ വെച്ച് നീളം കൂട്ടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നീളം കൂട്ടിയെടുത്തു കഴിഞ്ഞാലേ നമ്മൾ കഴുകുമ്പോൾ ആ ചെളിയൊക്കെ തെറിക്കുന്നത് നമ്മുടെ മേത്തേക്ക് വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഈ ഗണ്ണിലേക്ക് ഉള്ള കണക്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും ഇത് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യുന്ന കേസേ ഉള്ളൂ. ഒന്നും ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കയറ്റുക. എന്നിട്ടാണെങ്കിൽ നെറ്റ് ബോൾട്ട് മുറുക്കുന്ന പോലെ ചുമ്മാ ഒന്ന് മുറുക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ടൈറ്റ് വരുമ്പോൾ തന്നെ ഈ ലീക്കൊന്നും ഇല്ലാണ്ട് തന്നെ വെള്ളം വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ മെഷീൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഈ പറഞ്ഞ ഗണ്ണാണെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് കഴുകാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണം ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഇവിടെ കണ്ടോ, ഇതേപോലെ സ്വിച്ച് ഓൺ ആക്കുക, ഞെക്കുക, അത്രേ ഉള്ളൂ.